കരുവേലിപ്പടി വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ പ്രതിഷേധവുമായി എത്തിയ കൗൺസിലർമാർ അറസ്റ്റിൽ. പള്ളുരുത്തി, ഇടക്കൊച്ചി, പെരുമ്പടപ്പ് ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്നാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ കാലിക്കുടവുമായി വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത്. ലൈവ് റിപ്പോർട്ടുമായി കൊച്ചി ബ്യൂറോ. അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കേട്ടോളൂ, ഞങ്ങളുടെ സമരമുറ കൊണ്ടും ലാത്തി കൊണ്ടും അടിച്ചമർത്താൻ നോക്കേണ്ട. ഞങ്ങള് 4 കൗൺസിലർമാരുണ്ട്, നാട്ടുകാരുണ്ട്. ഞങ്ങൾക്ക് ചെളി വെള്ളം കിട്ടാൻ സ്ഥലങ്ങളുണ്ട്. ഇത് റെക്ടിഫൈ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് 2 മാസമായി. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾ അവരെ വിളിച്ചു വരുത്തണം. ജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിളിച്ചു. അപ്പൊ വിളിച്ചിട്ട് അടിയന്തരമായിട്ട് ഞാനിപ്പോ എന്നെ വിളിച്ചായിരുന്നു. അടിയന്തരമായിട്ട് ഇവിടെ വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്? 4 ഇപ്പൊ കുട്ടികളെ ഇതിനകത്തൊരു രാഷ്ട്രീയമില്ല. ഈ സമരത്തിനകത്ത് കുടിവെള്ളം കിട്ടാത്തതിന്റെ പുറത്തുള്ള ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞാനടക്കമുള്ള ആളുകൾ 4 ദിവസമായി ഞങ്ങളുടെയൊക്കെ മേഖലകളിൽ കുടിവെള്ളത്തിന്റെ പമ്പിംഗ് ലഭിച്ചിട്ട് ഇപ്പൊ ഇവിടെ ജീജ ടെൻസറുണ്ട്, രഞ്ജിത്ത് മാഷുണ്ട്, ലൈല ചേച്ചിയുണ്ട്, അഭിലാഷ് ടോപ്പിലുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്നുമല്ല, പള്ളുരുത്തി മരുന്നുകട കുടിവെള്ള ടാങ്കിൽ നിന്ന് പള്ളുരുത്തി മേഖലയിലേക്ക് പമ്പ് ചെയ്യുന്നതിന് 34 MLT വെള്ളമാണ് പള്ളുരുത്തിക്ക് ആവശ്യമുള്ളത്. ഈ വാട്ടർ അതോറിറ്റിയുടെ എറണാകുളത്തിരിക്കുന്ന ഇയും ഇതിനുവേണ്ടി കൂട്ടുപിടിക്കുന്ന ഇവിടുത്തെ AHC അടക്കമുള്ള ആളുകൾ നമുക്ക് ലഭിക്കേണ്ട വെള്ളത്തിന്റെ 10 MLT വെള്ളം 10 MLT വെള്ളം എറണാകുളം നഗരത്തിലേക്ക് പമ്പ് ചെയ്തു കൊടുക്കുമ്പോ പള്ളുരുത്തിയിലെ 3 ടാങ്കുകൾ ഏറെടുക്കാൻ പോലും കഴിയാതെ മാലിന്യജലവും ഉപ്പുവെള്ളവും കയറുന്ന സാഹചര്യത്തിലേക്ക് പള്ളുരുത്തിയിലെ ജനങ്ങളെ ഈ മലിനജലം കുടിക്കുന്ന തരത്തിലേക്ക് മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗബാധകൾ പിടിപെടുന്ന സാഹചര്യത്തിൽ ഇവിടെ കാണുവാൻ കഴിയുന്നത് ഒരു മരണം പോലും സംഭവിച്ചിരിക്കുമ്പോ ഇവിടെ ഞങ്ങൾ സമരവുമായി വരുമ്പോ ഇവിടെ AHC ഇല്ല, AE ഇല്ല, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരില്ല. അവരാരും ഫോൺ പോലും എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മുമ്പോട്ട് പോകുമ്പോ പള്ളുരുത്തിയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന കരുവേലിപ്പടി എറണാകുളം നഗരത്തിലിരിക്കുന്ന ഈ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ വെറികെട്ട നിലപാടിനെതിരെ വാട്ടർ അതോറിറ്റി ഞങ്ങൾ ഉപരോധിക്കുകയാണ്. ജനങ്ങളുടെ വിഷയമാണത്. എൻ്റെ 18 ഡിവിഷനിൽ ജനങ്ങൾ കംപ്ലീറ്റ് ചെളിവെള്ളത്തിൽ താമസിക്കുന്നത്. ആലോചിച്ച് നോക്കുക, ചെളിവെള്ളത്തിൽ ദുരിതം അനുഭവിക്കുകയാണ്. വീടിനകത്ത് ചെളിവെള്ളം കയറുകയാണ്. അവരത്ര കടുത്തമായ ദുരിതത്തിലാണ്. ആ ചെളിവെള്ളത്തിൽ കിടക്കുന്ന ഈ ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം ആലോചിച്ച് നോക്കുക. എൻ്റെ മുമ്പിൽ വെച്ച് പമ്പ് ചെയ്തപ്പോൾ ആ വെള്ളം ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ്. മണക്കാൻ പറ്റാത്ത, ചെടികൾക്ക് പോലും ഒഴിക്കാൻ പറ്റാത്ത ദുർഗന്ധമുള്ള വെള്ളം. അപ്പോൾ ഈ ദുരിതമായ അവസ്ഥയിൽ കിടക്കുന്നവർക്ക് കുടിക്കാനുള്ള വെള്ളം വേണ്ടേ? ജീവിക്കാനുള്ളൊരു അവകാശമില്ലാത്തവരാണ്. മനുഷ്യനെ പോലും ജീവിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം ബുദ്ധിമുട്ടാണ് ആളുകൾക്ക്. ആ അവസ്ഥയിൽ ശുദ്ധജലം കിട്ടിയേ പറ്റൂ. അതവരുടെ അവകാശമാണ്. ഇപ്പോൾ ടാക്സിനൊക്കെ കൃത്യമായിട്ട് ടാക്സ് വാങ്ങിക്കുന്നുണ്ട്, പക്ഷേ സർവീസ് കൊടുക്കണ്ടേ? പല വീട്ടിലെ കുട്ടികൾക്കും വയറിളക്കം, ഛർദിൽ തുടങ്ങിയ മാരകമായ അസുഖങ്ങളാണ് അവർക്ക്. തികച്ചും ഒരു ജനകീയ സമരമാണ്. ഇതിന് ഏത് അറ്റം വരെ വേണമെങ്കിൽ പോവും. അറസ്റ്റിന് ഞങ്ങൾ വിഷയമൊന്നുമല്ല, ഒരു വിഷയമല്ല. തല്ലുകൊള്ളാൻ തയ്യാറാണ്. എന്ത് നേരിടാൻ തയ്യാറാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്ത് നേരിടും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. കുട്ടികൾ ഛർദിലും വയറിളക്കൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അതിൽ പ്രായമായ ആളുകൾക്കൊന്നും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അവരുടെ ദൈനംദിന ആവശ്യത്തിനൊന്നും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. പല പ്രാവശ്യം നമ്മളിവിടെ പരാതി പറഞ്ഞ് ഇവർ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്, പക്ഷേ അത് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒന്നാമതിപ്പോൾ ഒരു വെള്ളക്കയറ്റം വളരെ രൂക്ഷമായ സാഹചര്യത്തിൽ ചെളി കലർന്ന ചീത്ത വെള്ളമാണ് കിട്ടുന്നത്. എന്താണ് ഇതിൻ്റെ കാരണമൊന്നും കണ്ടുപിടിക്കുന്നില്ല. അധികാരികൾ അതിന് വേണ്ട ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട് സാധിക്കും. കൂടാതെ നമ്മുടെ പള്ളുരുത്തി വാട്ടർ ടാങ്കിൽ നിന്നുള്ള വെള്ളം പമ്പ് ചെയ്യുന്നതിൻ്റെ അളവ് കുറവാണെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വെള്ളം പൂർണ്ണമായിട്ട് പമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വെള്ളം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞൊരിടക്ക് നമ്മൾ പരിഹരിച്ചാണ് കുടിവെള്ളക്ഷാമം. ഒരു 1.5 കോടി രൂപയിലധികം പൈപ്പുകളിട്ട് എല്ലായിടത്തും നല്ല രീതിയിൽ വെള്ളം വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഈ കുറച്ച് ഒരു 3 മാസത്തോളമായിട്ട് വെള്ളം കിട്ടുന്നില്ല. കിട്ടുന്ന വെള്ളമാകട്ടെ ഉപ്പ് കലർന്ന ചെളിവെള്ളവുമാണ്. കുടിവെള്ളമില്ല
കുടിവെള്ളമില്ല ആരുമില്ല ചോദിക്കാം കുറച്ച് നിങ്ങൾ നിയമപരമായ സമരത്തെ ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ അറസ്റ്റ് ശക്തമായ പ്രതിഷേധ സമരമാണ് കൊച്ചിയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ നടക്കുന്നത്. 4ഓളം പ്രവർത്തകരെ നിലവിൽ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. വീണ്ടും മറ്റ് കൗൺസിലർമാർ ഇവിടെ ഭരണ പ്രതിപക്ഷമൊന്നും ഇല്ലാതെയാണ് ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധത്തിനെത്തിയവരെ കൗൺസിലർമാരുൾപ്പെടെയുള്ളവർ നിലവിൽ അഭിലാഷ് തോപ്പിലിനെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ കൊച്ചി നഗരസഭയുടെ കൗൺസിലർമാരായ ജീജ ടെൻസൻ, ലൈല ദാസ്, രഞ്ജിത്ത് മാസ്റ്റർ തുടങ്ങിയവരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ ശക്തമായ ഒരു ജനകീയ സമരത്തിനാണ് ഇവിടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമരം അടിച്ചമർത്തുവാനായിട്ട് ശ്രമിച്ചാൽ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഇവിടെ സമരക്കാർ പറയുന്നത്. അതിന് രാഷ്ട്രീയ നിറവ്യത്യാസമൊന്നുമില്ലാതെ, ജാതി മതവ്യത്യാസമില്ലാതെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കുടവുമായിട്ട് പോകുമ്പോൾ എന്ത് പറയുന്നു? ഈ പ്രതിഷേധത്തിന് പോകുമ്പോൾ ഞങ്ങളിതിന് പരിഹാരം കാണുന്നത് വരെ സമരമായി മുന്നോട്ട് പോകാനായിട്ടാണ് നിൽക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമരം. ജനങ്ങളെ ഞങ്ങൾ പുറത്തിറങ്ങാനായിട്ട് അനുവദിക്കുന്നില്ല. അംഗൻവാടി നമ്പർ 6 കുട്ടികൾക്ക് വരെ ഈ മോശമായ വെള്ളത്തിൽ ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഛർദിലും വയറിളക്കമാണ്. അവിടെ നിന്നുള്ള അമ്മമാർ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഇത്തരം പോലീസിനെ കണ്ടപ്പോൾ സ്ത്രീകളാണ് പെട്ടെന്ന് ഭയന്ന് അവർ പിന്മാറി മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ സമരമായിട്ട് ഇതിൽ കൂടുതൽ കരുത്തോടുകൂടി ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങളെ എന്താ പറയണ്ട, പള്ളുരുത്തി പ്രദേശത്തെ എല്ലാവരുമായിട്ട് തന്നെ സമരം ശക്തമായ സമരവുമായിട്ട് പോകുന്ന ഈ പ്രവർത്തകർ അവരുടെ ജീവന ഭീഷണിയാകുന്ന ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിലൊരു സമരവുമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ കൗൺസിലർമാരുൾപ്പെടെയുള്ളവർ, KPCCയുടെ സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉൾപ്പെടെയുള്ള പ്രവർത്തകരെയാണ് ഈ വാട്ടർ അതോറിറ്റി ഓഫീസിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വരെ ഇവിടെ ഉദ്യോഗസ്ഥരെത്തി ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ജനങ്ങൾ അത്രയധികം ഭീതിയിലായിരിക്കുന്ന ഒരു സമയമാണ്. കൊച്ചി വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ബിജോയ്ക്കൊപ്പം റിഡ്ജൻ റബലോ. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,